ഒരു സ്ഥലത്ത് ഒരു വിശ്വാസിയായ വഴിയോര കച്ചവടക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ ദിവസത്തേക്കും വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. വലിയ ബിസിനസ് ഒന്നുമല്ല, ചെറിയൊരു കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി പോയ സമയത്ത് വളരെയധികം സങ്കടം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോൾക്ക് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഒരു സാഹചര്യമില്ല, ഒരു സാധ്യതയില്ല. താൻ എത്ര ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സങ്കടത്തോടെ ആണെങ്കിലും ജോലിക്ക് വേണ്ടി കടന്നുപോയി. എന്നും വരുന്ന പോലെ കുറെ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നു, സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്നു. അവിടെ അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിലേക്ക് പോയി. കാറിലേക്ക് പോയ വ്യക്തി ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി ഈ മനുഷ്യന്റെ കരങ്ങളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഈ മനുഷ്യൻ തകർന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് നീ സഹായിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൊതി കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ചു. തുറന്നു നോക്കിയപ്പോൾ എത്ര പൈസയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് ഫീസ് കെട്ടേണ്ടത്, അതേ ഒരു എമൗണ്ട് ആ പൊതിക്കകത്തിലുണ്ടായിരുന്നു. പലപ്പോഴും എങ്ങനെയാണ് എന്റെ മുൻപിൽ നടക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ബുദ്ധിക്ക് അപ്പുറമാണ് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയത് കരുതാൻ, ഈ സർവ്വചലാചലങ്ങളെ പോലും കരുതാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആരും അവർക്ക് വേണ്ടി കരുതിയിട്ടല്ല ദൈവം അവരെ കരുതുന്നത്. അവരെ പോലും ശ്രേഷ്ഠമായിട്ട് കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തന്റെ മക്കളെ എത്രയധികം അവൻ കരുതും. ഇല്ലാതാകുമെന്ന് പറയുന്ന സാഹചര്യത്തിലും, നടക്കത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തിലും, ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന സാഹചര്യത്തിലും കർത്താവ് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ കരുതും, ഞാൻ അത്ഭുതം പ്രവർത്തിക്കും.